ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കിഴക്കമ്പലം മാർക്കോമ യൂത്ത് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ നിവർത്തിക്കപ്പെടുന്ന തിരുവചന വെളിച്ചത്തിലേക്ക് ഇത് കാണുന്ന എല്ലാവർക്കും ദൈവികമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ കർഷാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കുവാനായിട്ട് ദൈവം നമുക്ക് അനുഗ്രഹം നൽകട്ടെ. മനുഷ്യരോട് ദൈവം ചോദിക്കുന്ന വലിയൊരു ചോദ്യമുണ്ട്: നിങ്ങളുടെ ഹൃദയം എവിടെ? ഇന്ന് നിന്റെ ഹൃദയം എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ പാപങ്ങളെക്കുറിച്ച് ഹൃദയത്തിൽ നിന്ന് ഖേദിക്കുകയും അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവത്തിലേക്ക് വരുവാൻ നിൽക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തികൾ 3-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനത്തിൽ നിങ്ങൾ അനുതാപം ചെയ്ത് തിരിഞ്ഞാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു പോകും. ഹൃദയത്തിൽ നിന്ന് അനുതാപം വന്നാൽ മാത്രമാണ് പാപങ്ങൾ കഴുകിക്കളയുവാനായിട്ട് കഴിയുകയുള്ളൂ. ഹൃദയവിശുദ്ധിയോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട് നമുക്ക് കഴിയും. ഈ നോമ്പിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ഇത്രയും ദിവസം നാം നോമ്പ് നോക്കി അനുതാപത്തോടു കൂടെയാണോ ദൈവസന്നിധിയിലേക്ക് വന്നതെന്ന് ചിന്തിച്ച് നോക്കുവാനായിട്ട് നമുക്കിട വരണം. അപ്പോസ്തലൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ് അനുതാപത്തോടുകൂടെ ദൈവസന്നിധിയിലേക്ക് വരുവാനായിട്ട്. പ്രത്യേകിച്ച് നോമ്പിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് നാം കടക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധിയോടുകൂടിയാണോ ദൈവസന്നിധിയിലേക്ക് വരുന്നതെന്ന് ചിന്തിക്കുവാനായിട്ട് നമുക്കിട വരണം. ഒരു ചൂടുള്ള സ്ഥലത്ത് ഒരു മനുഷ്യന് ഒത്തിരി നേരം നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. കാരണം അവൻ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരും. അതുപോലെ തന്നെയാണ് പാപം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മനുഷ്യൻ ഓടിപ്പോരുവാനായിട്ട് കഴിയും. അതിന് നോമ്പും പ്രാർത്ഥനയും മുഖാന്തരം മാറ്റിയിടണം. അനുതാപത്തോടുകൂടെ ആ അനുതാപം ഉള്ള ഹൃദയത്തിൽ മാത്രമാണ് ക്രിസ്തു വസിക്കുക. അതിന് നമുക്ക് പ്രാർത്ഥനയും നോമ്പും ഉപവാസവും ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പൂർത്തീകരിക്കാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തുവാനും പ്രത്യേകിച്ച് ഈ കർഷാനുഭവ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ പെസഹ പെരുന്നാളും പീഡാനുഭവവും ഉയർപ്പും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുവാനും അതിലൂടെ ദൈവത്തോട് ചേർന്ന് നിന്ന് ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്ത് വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന എല്ലാവരെയും ദൈവം അളവറ്റ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.